വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ജനവാസമുള്ള നിഗൂഢ ജീവികളെക്കുറിച്ച് എത്ര പേർക്കറിയാം? ചിലത് പരിചിതമായും മറ്റു ചിലത് നിഗൂഢതയിലും മറഞ്ഞിരിക്കുന്നു. സ്വർഗീയ കെരൂബുകളിൽ നിന്നും സാറാഫുകളിൽ നിന്നും ഒന്നിലധികം ചിറകുള്ള ഗംഭീര ആശയക്കുഴപ്പമുണ്ടാക്കുന്നതും പോലത്തുള്ള മൃഗങ്ങളെ കുറിച്ചും ബൈബിൾ പ്രതിപാദിക്കുന്നു. അതേപോലെ തന്നെ നെഫിലുമുകളെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവവും പ്രകൃതി അനന്തമായ സംവാദങ്ങൾക്ക് ഇന്നും തുടക്കമിട്ടുകൊണ്ടിരിക്കുന്നു. മാലാഖമാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അവർ മാനുഷിക കഴിവുള്ള കൂട്ടത്തിലുള്ളവരാണ്. മാലാഖമാരിൽ ഏറ്റവും സൗന്ദര്യമുള്ളവനും കഴിവുള്ളവനുമായിരുന്നു ലൂസിഫർ. അവൻ്റെ അഹങ്കാരം കാരണമാണ് ദൈവം അവനെ വെട്ടി ഭൂമിയിലിട്ടത്. അവനാണ് നമ്മുടെ ആത്മീയ എതിരാളി തന്നെ. ഈ വക കാര്യങ്ങൾ വളരെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെങ്കിലും വളരെ കൗതുകരമായൊരു വിഷയം തന്നെയാണ്. ബൈബിളിൽ അനേക വ്യത്യസ്ത മൃഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ചുറ്റുമുള്ള ജീവികൾ, വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ജീവികൾ, ഡാനിയലിൻ്റെ പുസ്തകത്തിൽ കാണുന്ന ജീവികൾ, യെഹെസ്കേൽ പ്രവചനത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോഴും കാണുന്ന ജീവികൾ. അങ്ങനെ അനേക ജീവികളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. പലരും പല ജീവികളെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും ഇന്ന് പറയുന്നുണ്ട്. അനേക വ്യാഖ്യാന പുസ്തകങ്ങളും നമ്മുടെ ഇടയിൽ സുലഭമാണ്. എന്നാൽ ഇന്നും പല ജീവികളെക്കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു വരാതെ നിഗൂഢമായിരിക്കുകയാണ്. വ്യത്യസ്ത രൂപമുള്ള, വ്യത്യസ്ത സ്വഭാവമുള്ള, വ്യത്യസ്ത അമാനുഷിക ശക്തിയുള്ള ദൈവത്തിൻ്റെ വ്യത്യസ്തമായ സൃഷ്ടിയെക്കുറിച്ച് ആർക്കും വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കെരൂബുകളും സാറാഫുകളും ദൈവവുമായി ബന്ധപ്പെട്ടവയാണ്. ഇവരുടെ സാന്നിധ്യം നിരവധി ബൈബിൾ ഭാഗങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. ഇവരെക്കുറിച്ചുള്ള ഓരോ വചനങ്ങളുടെ ഭാഗവും ഗൂഢാലോചനയുടെ ഒരു പാളി തന്നെയുണ്ട്. കെരൂബുകൾ പലപ്പോഴും ഒന്നിലധികം പ്രതിനിധീകരിക്കുന്നു. ചിറകുകളും പിന്നെ മനുഷ്യൻ്റെ മുഖവുമാണ് ഇവർക്ക്. ഇവർ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കാവൽക്കാർ കൂടിയാണ്. ഇവർ ഏദൻ തോട്ടത്തിൻ്റെ കിഴക്കും പെട്ടകത്തിന് ചുറ്റും ജ്വലിക്കുന്ന വാളുമായി നിൽക്കുന്നത് കാണാം. എന്നാൽ മറുവശത്ത് സാറാഫുകൾ ദൈവത്തിൻ്റെ സിംഹാസനത്തെ ചിറകുകൊണ്ട് വലയം ചെയ്യുകയും ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അവർ ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയും കാണാം. സ്വർഗീയ ജീവികളെക്കുറിച്ച് ധാരാളം ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ ുണ്ടെങ്കിലും ഇന്നും രഹസ്യമായി തുടരുകയാണ്. ഇതിൽ ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത് ഇവർ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആനോക്കിൻ്റെയും മെഥുശലേമിൻ്റെയും കാലഘട്ടത്തിൽ ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി ദൈവം പദ്ധതിയിട്ടതിൻ്റെ ഏക കാരണക്കാരനായിരുന്നു നെഫിലിമുകൾ. ഇവരുടെ ഉത്ഭവം തന്നെ ഇന്നും ചർച്ചാ വിഷയമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന നെഫിലിമുകൾ ഉൽപ്പത്തി പുസ്തകം 6:4 അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാർ അടുക്കൽ വന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്ത് വീരന്മാർ, കീർത്തികെട്ട പുരുഷന്മാർ തന്നെ. എന്നാൽ ഇന്ന് വരെ ഇതിൻ്റെ സത്യം എന്താണെന്ന് പുറത്തു വന്നിട്ടില്ല. ഒരു കാര്യത്തിന് നമുക്ക് മുഖം മറക്കാൻ കഴിയത്തില്ല. ഇന്നും നെഫിലിമുകൾ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ്റെ 10 മടങ്ങ് വലിപ്പമുള്ള ആ മനുഷ്യൻ്റെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ നിന്നും കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. വേദപുസ്തകത്തിലെ രഹസ്യവും നിഗൂഢതയുമുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് വേദപുസ്തകം വായിക്കാനുള്ള താല്പര്യം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. മാലാഖമാരെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. അമാനുഷിക കഴിവുള്ള അവർ ബൈബിളുടനീളം പറയുന്നുണ്ട്. സ്വർഗത്തിലെ ഉഗ്ര നേതാക്കൾ കൂടിയാണ് ഇവർ. എന്നാൽ ദൈവിക സന്ദേശങ്ങൾ കൈമാറാൻ ഇവർ പലപ്പോഴും ഭൂമിയിൽ വരാറുണ്ട്. പല സന്ദർഭങ്ങളിലും മനുഷ്യരെ സഹായിക്കാനും അവരെ നയിക്കാനും സംരക്ഷിക്കാനും അവർ പ്രത്യക്ഷപ്പെടാറുണ്ട്. ബൈബിളിൽ മറ്റൊരു കൗതുകകരമായ വശമെന്ന് പറയുന്നത് പ്രധാന ദൂതന്മാർ അടക്കം നിരവധി റാങ്കുള്ള ദൂതന്മാരെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. മീഖേൽ ദൂതൻ, ഗബ്രിയേൽ ദൂതൻ. പലപ്പോഴും ഇവരെ പ്രതിപാദിക്കുന്നത് പോലെ തന്നെ കെരൂബുകളും സാറാഫുകളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇവർക്ക് സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയും. സ്വർലോക ദുഷ്ടസേനയോട് യുദ്ധം ചെയ്യാനും ഇവർ സന്നദ്ധരാണ്. എന്നാൽ ഇവർ ദൈവത്തെ പോലെ സർവ്വവ്യാപിയോ സർവജ്ഞരോ അല്ല. എന്നാൽ ശക്തികളാൽ ഇവർ സമ്പന്നമാണ്. മനുഷ്യരാശിയുടെ ഏറ്റവും അടുത്ത് ഇടപെടാനും മനുഷ്യരാശിയുമായി സംസാരിക്കാനും ഇവർക്ക് അനുവാദം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതും നിഗൂഢമായ സ്വഭാവങ്ങളുടെ കഴിവുള്ള ഈ ദൂതന്മാരെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ തെളിവുകളൊന്നും ബൈബിൾ പറയുന്നില്ല എന്നുള്ളതാണ്. വേദപുസ്തകത്തിലെ ഇരുണ്ട ഭാഗമെന്ന് പറയുന്നത് തന്നെ സാത്താനും അവൻ്റെ കൂട്ടാളികളുമാണ്. കൂടെ എതിരാളികളെന്ന് വേദപുസ്തകം വിശേഷിപ്പിക്കാറുണ്ട്. വേദപുസ്തകത്തിലെ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ തന്നെയാണ് ഇവൻ. ഹൗവയെ പ്രലോഭിച്ച് സർപ്പമായി ഉൽപ്പത്തി തൊട്ട് അവൻ്റെ റോൾ കളമൊരുങ്ങുന്നു. ഭൂതങ്ങളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയെ തടസ്സപ്പെടുത്തുക എന്നതാണ് മെയിൻ ലക്ഷ്യം. വീണുപോയ ദൂതന്മാർ സാത്താൻ്റെ സഖ്യകക്ഷികളും ദൈവഹിതത്തെ എതിർക്കുന്നവരാണ്. അവരുടെ നിഗൂഢ സ്വഭാവം നമ്മളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട്. വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കൂടുതൽ സംഘർഷവും പിരിമുറക്കവും കൊണ്ടിട്ട് മനുഷ്യരെ വളരെയധികം വേവലാതിപ്പെടുത്തുന്ന രീതിയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുക എന്നുള്ളത്. ലൂസിഫർ സ്വർഗത്തിൽ നിന്നും വെട്ടിയിട്ടതുകൂടെ അവൻ അനേക ദൂതന്മാരെ ഭൂമിയിലേക്ക് വീഴ്ത്തി. ഈ വീണുപോയ ദൂതന്മാരും ലൂസിഫറും ചേർന്ന് ദൈവചന്ദ്രത്തിന് എതിരായ മനുഷ്യരെ പാപം ചെയ്യിപ്പിക്കാനും തുടങ്ങി. ദൈവത്തോടുള്ള എതിർപ്പ് അവർ ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയായ ജനങ്ങളോട് അവർ കാണിക്കാൻ തുടങ്ങി. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ
പോയാൽ ഭയത്തിൻ്റെ മുറിവുകൾ നമ്മൾ ഏൽക്കേണ്ടി വരും. കാരണം അത്രത്തോളം അഗാധമാണ് ആ കുഴി. ഈ 4 ജീവികളും നിഗൂഢമായ ജീവികളാണ്. വെളിപ്പാട് പുസ്തകം വിവരിച്ചിരിക്കുന്നത് ഈ ജീവികൾക്ക് ഓരോന്നിനും 6 ചിറകുകളും ഒപ്പം സിംഹാസനത്തെ ചുറ്റിപ്പറ്റിയുള്ള കണ്ണുകളുമുണ്ട്. ദൈവം അവർക്ക് ശ്രദ്ധേയമായൊരു മിശ്രിത രൂപമാണ് കൊടുത്തത്. ഭൗമികവും ദൈവികവുമായി അവർ വ്യത്യസ്തരാണ്. പരിചിതമായ മൃഗങ്ങളെയും അതിൽ പറയുന്നുണ്ട്. ആദ്യത്തെ ജീവിയെ സിംഹത്തോടനുബന്ധിക്കുന്നു, കാരണം മഹത്വവും ശക്തിയും ഉൾക്കൊള്ളുന്നുണ്ട്. രണ്ടാമത്തത് കാളയുമായി താരതമ്യപ്പെടുത്തുന്നു, ഉത്സാഹത്തെ പ്രതീകപ്പെടുത്തുന്നു. മൂന്നാമത്തെ ജീവി സേവനവും ബുദ്ധിയും പ്രതിനിധീകരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുഖമാണ്. നാലാമത്തെ എന്ന് പറയുന്നു ഉയരുന്ന കഴുകൻ, സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്നു. ആത്മീയത ഈ ജീവികളിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല. സ്വർഗത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ. മനുഷ്യൻ്റെ മുഖമുള്ളവരും അല്ലെങ്കിൽ വ്യത്യസ്ത രൂപങ്ങളുള്ളതുമായ ജീവികൾ പോലും ഒറ്റൊരു കാര്യമേ പറയുന്നുള്ളൂ: പരിശുദ്ധനായ ദൈവമേ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അടുത്ത ഒരു മൃഗത്തെക്കുറിച്ചാണ് പറയുന്നത്. തിന്മയുടെയും കുഴപ്പത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഈ മൃഗത്തെ വെളിപ്പാട് പുസ്തകം കാണിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ മൃഗം ഒരു തിന്മയുടെ പ്രതീകം തന്നെയാണ്. മൃഗത്തെക്കുറിച്ച് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കേട്ട് കാണാമായിരിക്കാം. നൂറ്റാണ്ടുകളായി അനേക ദൈവത്തിൻ്റെ ദാസന്മാർ പല വ്യാഖ്യാനങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരികയും അതിലൂടെ പല കാര്യങ്ങൾ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് സംതിങ് ഈസ് ഡിഫറൻറ്റ്. ഈ വേദപുസ്തകത്തിലെ ഈ നിഗൂഢത എന്നെ വീണ്ടും വേദപുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. വേദപുസ്തകത്തിൽ നിഗൂഢമായ ദൈവിക ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയും. ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ചുഴലിക്കാറ്റ്, അതേപോലെ തന്നെ ഏലീഷ കണ്ട അഗ്നിരഥങ്ങൾ, അതിൽ നമ്മൾ വായിക്കുന്നത് സ്വർഗീയ ഇടപെടലുകളാണ്. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് അഗ്നിരഥം വന്നവരെ തമ്മിൽ വേർപിരിക്കുന്നത്. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതും. അതിൽ ഏറ്റവും വലിയ മർമ്മം എന്ന് പറയുന്നത് എലീശ പ്രവാചകൻ അഗ്നിരഥത്തെ കണ്ടു എന്നുള്ളതാണ്. അതിനാൽ എലീശ പ്രവാചകൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളികളും എന്ന് നിലവിളിക്കുന്നതായിട്ട് ആ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഇതും വേദപുസ്തകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം തന്നെയാണ് അഗ്നിരഥം എന്ന് പറയുന്നത്. സക്രിയ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ യെരുശലേമിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ പ്രതീകപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അതിലുള്ളത്. എന്നാൽ നമുക്കവിടെ ഒരു മനുഷ്യനെ കാണാൻ കഴിയും. പ്രവാചകൻ തലപൊക്കി നോക്കിയപ്പോൾ അളവുനൂല് കൊണ്ട് യെരുശലേമിനെ അളക്കാൻ പോകുന്നൊരു മനുഷ്യൻ. ഈ മനുഷ്യനെ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ചിലർ പറയുന്നത് അത് ദൈവത്തിൻ്റെ ദൂതനാണെന്നും ചില പണ്ഡിതന്മാർ വാദിക്കുന്നത് അത് സക്രിയ പ്രവാചകൻ തന്നെയാണെന്നാണ്. എന്നാൽ ആ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ കഴിയുന്നത് അതൊരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ആരാണ് ആ മനുഷ്യൻ? നിഗൂഢമായ പുരോഹിതനും ശാലോം രാജാവായിരുന്ന മൽക്കീസദേക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ അതിനെക്കുറിച്ചും വ്യാഖ്യാനിക്കുന്നുണ്ട്. അബ്രഹാം യുദ്ധം ജയിച്ചു മടങ്ങി വരുന്ന സമയത്ത് ശാലോം രാജാവ് വരികയും അപ്പവും മീഞ്ഞും കൊടുക്കുന്നതായിട്ടും കാണാം. അതിൽ പ്രത്യേകമായും മെൻഷൻ ചെയ്തിരിക്കുന്നൊരു കാര്യമാണ് മൽക്കീസദേക്ക് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനാണ്. ബൈബിളിലെ മറ്റുള്ള വ്യക്തികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. എന്നാൽ അദ്ദേഹത്തിൻ്റെ വംശപാരമ്പര്യ വിശദീകരിക്കാത്തതിൻ്റെ കാരണം എന്താ എന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അബ്രഹാമിനെ വിളിച്ചിറക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിന് ആ സമയത്തും ദാസന്മാർ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം ഈ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം. ശാലാം രാജാവ് എന്ന തലക്കെട്ട് വിവർത്തനം ചെയ്യുന്നത് തന്നെ സമാധാനത്തിൻ്റെ രാജാവെന്നാണ്. ഈ രാജാവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഉടനീളം പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ മാത്രമല്ല, സങ്കീർത്തനങ്ങൾ, അഭിഷേകം, ഇതിലെല്ലാം ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം 100% ദൈവസന്നിധിയിൽ ക്ലീനായിരുന്നു. എന്നാൽ അദ്ദേഹം ആരാണെന്നോ എവിടെ നിന്നാണ് അദ്ദേഹം വന്നതെന്നോ അദ്ദേഹത്തിൻ്റെ വംശപാരമ്പര്യ ഒന്നും പറയാതെ എന്താണ് ഇതിൻ്റെ രഹസ്യമെന്നും ഇന്ന് നിഗൂഢമായി കിടക്കുകയാണ് ബൈബിളിൽ. വേദപുസ്തകത്തിൽ അനേക രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലായിട്ട് വേദപുസ്തകം വായിക്കാൻ താല്പര്യപ്പെടുന്നു. നിഗൂഢമായ ജീവികൾ, അതേപോലെ തന്നെ ഫിലിമുകൾ, ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത പോലെ ദൈവിക ഇടപെടലുകൾ. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, വേദപുസ്തകമാണ് ആർക്കും വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ നിഗൂഢമായ ദൈവത്തിൻ്റെ ഇടപെടലുകളെ വിശദീകരിക്കുന്ന ഒരേ ഒരു പുസ്തകം. അതെ, ദ ബൈബിൾ ഈസ് സ്റ്റോർ ഹൗസ് ഓഫ് സീക്രട്ട്.